പ്രിയമുള്ളവരെ, അക്ഷരം അറിവല്ല, അറിവിന്റെ താക്കോലാണ്. വിജ്ഞാനത്തിന്റെ അനന്ത സാധ്യതയിലേക്ക് തുറന്നിട്ട വാതായനത്തിന്റെ താക്കോൽ. സെന്റ് ജോസ് നഴ്സറി സ്കൂളിന്റെ 57ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന കലാപരിപാടികളാണ്
ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂളിൻ്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അറിവിൻ്റെ തൂവെളിച്ചം കുറുന്ന ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് ഒരു ദേശത്തിൻ്റെ പ്രതീക്ഷകൾക്ക് നിറക്കൂട്ടുകൾ പകർന്നു നൽകി കാലഘട്ടത്തിൻ്റെ വിശാലതയിൽ അനിവാര്യമായ മാറ്റങ്ങളോടെ പുരോഗതിയുടെ പാതയിലേക്ക് മുന്നേറുന്ന സാൻജോ ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂൾ പാണാവളിയുടെ മണ്ണിൽ പ്രക്ഷോഭിതമായിട്ട് 57 വർഷങ്ങൾ പിന്നിടുന്നു. മികവിൻ്റെ കേളീരംഗമായി വിജയ സോപാനങ്ങളിലേക്ക് ചിറകടിച്ചുയരുന്ന ഈ വിദ്യാക്ഷേത്രത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലൊഴുക്കി സർവം നന്മകളോടുകൂടെ പരിപാലിച്ച് നടത്തുന്ന നല്ല ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ശിരസ് നമിച്ചുകൊണ്ട് പാഠ്യേതര വിഷയങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഏറെ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയം എറണാകുളം തിരുഹൃദയ പ്രൊവിൻസിൻ്റെ കീഴിൽ വരുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാനേജർ റവർ സിസ്റ്റർ ഷെഫി ഡേവിസും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജെറിൻ ജോസുമാണ്. പ്രീ KG, LKG, UKG എന്നീ 3 ഡിവിഷനുകളിലായി 67 കുട്ടികളും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജെറിൻ ജോസിൻ്റെ നേതൃത്വത്തിൽ 2 അധ്യാപകരും 1 അനാധ്യാപികയും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കുകളാണ്. പാഠ്യേതര പ്രവർത്തനങ്ങൾ. പ്രവേശനോത്സവം 2024 ജൂൺ 10 ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജെറിൻ ജോസും മാതാപിതാക്കളുടെ പ്രതിനിധികളും അധ്യാപകരും കുട്ടികളും ചേർന്ന് ദീപം തെളിയിച്ച് പ്രവേശനോത്സവ പരിപാടികൾക്ക് ആരംഭം കുറിച്ചു. സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിന് മുൻപിൽ കുട്ടികൾ മാലാഖമാരുടെ വേഷം ധരിച്ചും വെൽക്കം ബോർഡ് പിടിച്ചു നിന്നുകൊണ്ട് നവാഗതർക്ക് സ്വാഗതമിരളി. മാതാപിതാക്കളുടെ പ്രതിനിധി ആലപിച്ച പ്രാർത്ഥനാ കാലത്തിന് ശേഷം സിസ്റ്റർ ജെറിൻ ജോസ് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകി അവരുടെ സന്തോഷത്തിന് മാറ്റുകൂട്ടി. തുടർന്ന് കുട്ടികളിൽ നിന്നും സ്റ്റാർ ഓഫ് ദി ഡേ തിരഞ്ഞെടുക്കുകയും കുട്ടികൾ വൈവിധ്യങ്ങളാർന്ന നൃത്തപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിന് പുതിയൊരു അർത്ഥവും വീക്ഷണവും നൽകി അനന്തവിഹായി ലിസ്റ്റിലേക്ക് അറിവിൻ്റെ ലോകത്തിലേക്ക് പറന്നുയരുവാൻ കരുത്തും ശേഷിയും പകർന്നു നൽകുന്ന സാൻജോ നേഴ്സറി സ്കൂൾ കുരുന്ന മനസ്സുകളിൽ അറിവിനോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളും നന്മകളും പകർന്നേകുന്നു. രാവിലെ 10 മണിക്ക് സ്കൂളിലെത്തുന്ന കുട്ടികൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയും അസംബ്ലി നടത്തുകയും തുടർന്ന് അധ്യയനം ആരംഭിക്കുകയും 3:30 ക്ലാസ്സുകൾ അവസാനിക്കുകയും ചെയ്യുന്നു. അധ്യയന വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങളും യൂണിഫോമും വിതരണം ചെയ്തു. കുട്ടികളുടെ പഠന നിലവാരം പുലർത്തുവാൻ തക്കവിധം എല്ലാ ടൈമിലും കുട്ടികൾക്ക് പരീക്ഷകൾ നടത്തുകയും അസൈൻമെൻറ്റ് നൽകുകയും ചെയ്യുന്നു. പരീക്ഷയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് വാർഷികാഘോഷ ദിനത്തിൽ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി അനുമോദിക്കുന്നു. നവംബർ 8 നടത്തിയ അമയ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ കുട്ടികൾ ഉന്നത വിജയം കരസ്ഥമാക്കി. 44 കുട്ടികൾ പങ്കെടുത്ത സ്കോളർഷിപ്പ് പരീക്ഷയിൽ 28 കുട്ടികൾ റാങ്കും 13 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 3 കുട്ടികൾ ഫസ്റ്റ് ക്ലാസ്സും നേടി. ദേശീയ വിരവിമുക്ത ദിനമായ നവംബർ 26 എല്ലാ കുട്ടികൾക്കും മരുന്ന് നൽകി. നവംബർ 30 വടുതല ജമാഅത്ത് സ്കൂളിൽ വെച്ച് നടത്തിയ മഴവിൽ സംസ്ഥാന ബാലചിത്ര രചനാ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. സ്കൂൾ ഒരു കുടുംബമെന്ന പ്രതീതി കുട്ടികൾ വളരുവാനും പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും വളർത്തുവാനും കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓപ്പൺ ഹൗസ് കുട്ടികളുടെ മാർക്ക് ഷീറ്റുകൾ നൽകുന്നതിനും അവരുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓപ്പൺ ഹൗസ് നടത്തി. PTA ഈ വർഷം പ്രവേശനോത്സവ ദിവസത്തിൽ തന്നെ PTA അംഗങ്ങളെ തിരഞ്ഞെടുത്തു. സ്കൂളിൻ്റെ ഏതൊരു ആവശ്യത്തിനും PTAയുടെ സജീവ സാന്നിധ്യവും ആത്മാർത്ഥതയും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ PTA പ്രസിഡന്റിൻ്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും നിസ്വാർത്ഥമായ സേവനങ്ങൾ അഭിനന്ദനാർഹമാണ്. ദിനചരണങ്ങൾ കുട്ടികളുടെ സർഗാത്മക ശക്തി ഉണർത്തുവാൻ തക്കവിധം ദേശീയ പ്രാധാന്യമുള്ള ശിശുദിനം, ഓണാഘോഷം, അധ്യാപക ദിനം, ക്രിസ്തുമസ് എന്നിവ ആഘോഷിച്ചു. ഓണാഘോഷം
സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണം ഈ വർഷവും സമുചിതമായി ആഘോഷിച്ചു. മാവേലിയുടെ വേഷം ധരിച്ചും പൂക്കൾ തീർത്തും പായസവും മധുരപലഹാരങ്ങൾ നൽകിയും വടംവലി മത്സരവും കലാപരിപാടികൾ നടത്തിയും ഓണാഘോഷം മനോഹരമാക്കി. അധ്യാപക ദിനം. അധ്യാപക ദിനമായ സെപ്റ്റംബർ 5-ന് കുട്ടികൾ തങ്ങൾ നിർമ്മിച്ചു കൊണ്ടുവന്ന കാർഡുകൾ അധ്യാപകർക്ക് നൽകി ആദരിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ശിശുദിനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഗംഭീരമായി ആഘോഷിച്ചു. കുട്ടികൾ ജവഹർലാൽ നെഹ്റു, ഭാരതാംബ, ഗാന്ധിജി, ഇന്ദിരാഗാന്ധി എന്നിവരുടെ വേഷങ്ങൾ ധരിച്ചെത്തുകയും ശിശുദിന റാലി നടത്തുകയും ചെയ്തു. ക്രിസ്തുമസ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്തുമസ് സമുചിതമായി ആഘോഷിച്ചു. ക്രിസ്തുമസ് ഗാനത്തോടൊപ്പം ക്രിസ്മസ് പാപ്പ ചുവടുകൾ വെച്ച് കുട്ടികളെ സന്തോഷിപ്പിക്കുകയും കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും കേക്ക് മുറിച്ച് ക്രിസ്തുമസിൻ്റെ സന്തോഷം പങ്കിടുകയും ചെയ്തു. കലാകായിക മത്സരങ്ങൾ. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ കലാകായിക മേഖലകളിലും താല്പര്യം വളർത്തുന്നതിന് വേണ്ടി വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തുകയും കുട്ടികൾ അതിൽ മിഴിവ് തെളിയിക്കുകയും ചെയ്തു. സ്റ്റാഫ്. തങ്ങളുടെ കഴിവും സമയവും ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വ്യയം ചെയ്ത് ഇവിടെ സേവനം ചെയ്യുന്ന അധ്യാപകർ ശ്രീമതി മിനി വിനോദ്, ശ്രീമതി ബീന ജോഷി എന്നിവരും അനാഥാപിക ലില്ലി ചേച്ചിയും ഈ സ്കൂളിൻ്റെ നെടും തൂണുകളാണ്. ഈ അവസരത്തിൽ ഏകദേശം 10 വർഷത്തോളം ഈ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് അറിവ് പകർന്നേകിയ ഫിയ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും ടീച്ചറിൻ്റെ സുദൃഢമായ സേവനത്തിനും ആത്മാർത്ഥതയ്ക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിൽ എത്തിക്കുന്ന സ്കൂൾ ബസ് ഡ്രൈവർ ശ്രീ ബിജു, ശ്രീമതി ഷീബ എന്നിവരുടെ നിസ്തുലമായ സേവനങ്ങൾ അവർണ്ണനീയവും അഭിനന്ദനാർഹവുമാണ്. സുമനസ്സുകളുടെ സഹായഹസ്തങ്ങൾ സ്കൂളിൻ്റെ ഉന്നതിക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വിദ്യാലയത്തിൻ്റെ ഏതൊരു ആവശ്യങ്ങൾക്കും പിന്തുണ നൽകി കൂടെ നിൽക്കുന്നത് FCC എറണാകുളം പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഷേഫി ഡേവിസും കൗൺസിലേഴ്സുമാണ്. അവരെ ഈ ദിനത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം സ്കൂളിൻ്റെ എല്ലാ ആഘോഷ നിമിഷങ്ങളിലും വീഡിയോകളും നോട്ടീസും തയ്യാറാക്കുകയും എല്ലാ സാങ്കേതിക പിന്തുണയും നൽകുകയും ചെയ്യുന്ന ശ്രീമതി ഗ്രീന ആൻ്റണിയെ നന്ദിയോടെ ഓർക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ വിദ്യാലയത്തെ കൈപിടിച്ച് നടത്തുന്നു. ഉയരങ്ങളിലേക്ക് വഴി നടത്തിയ നല്ല ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ആയിരിക്കുമ്പോൾ എല്ലാ ഉപകാരികളെയും നാട്ടുകാരെയും രക്ഷകർത്താക്കളെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാണാവള്ളി സെൻ്റ് അഗസ്റ്റിൻ ചർച്ച് വികാരി റവർ ഫാദർ രാജു ഔക്കാരൻ, അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ഡെയ്സ് ജോൺ, മുഖ്യപ്രഭാഷണം നടത്തിയ വല്ലാർ ഇടവക വികാരി റവർ ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി, ആശംസകൾ അർപ്പിച്ച നോർത്ത് പാണാവള്ളി വികാരി റവർ ഫാദർ വിപിൻ കുരിശിതറ, സെൻ്റ് അഗസ്റ്റിൻ ചർച്ച് ട്രസ്റ്റി ശ്രീ ജോർജ് പട്ടൻപടം, PTA പ്രതിനിധി ശ്രീ ലിൻസൻ ചിറക്കൽ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളോടും വിലയേറിയ പ്രോത്സാഹനങ്ങളാലും ഈ ആഘോഷ പരിപാടി ധന്യമാക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും ഒപ്പം തങ്ങളുടെ കഴിവുകൾ വേദിയിൽ പ്രകടമാക്കിക്കൊണ്ട് ഇന്നത്തെ ദിനം വർണ്ണശബളമാക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ സാൻറ് ജോൺ നഴ്സറിയിലെ എല്ലാ കുരുന്ന പ്രതിഭകൾക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. പുത്തുമ്പി പുത്തുമ്പി പാറി പറക്കും പുത്തുമ്പി
സൂര്യഗോളം ജ്വലിച്ചു തിളച്ചുരുൾ പോലെ പൊട്ടിത്തെറിച്ചായതിലൊരു ഖണ്ഡമാ വീണു തണുത്തുറഞ്ഞായതു ഭൂമിയായി ഗോളമായി ഈ വിശ്വപ്രകൃതിയായി. അമ്മേ വിശ്വപ്രകൃതി, അമ്മേ നിത്യസുഹൃതി, അമ്മേ ഹരിതഗാത്രി, അമ്മേ ജീവപരിപാലിനി, അമ്മേ വിശ്വപ്രകൃതി. ഹരിത കേരളം ഹൃദയപൂവനം, പ്രകൃതീശ്വരിയുടെ പുണ്യവരദാനം. നമുക്കു പാർക്കാനമ്മ നൽകിയ കമനീയ ദൈവരാജ്യ സ്വർഗ കേരളം. സഖ്യസാനുക്കളും സമതല ദേശവും സാഗരവും കായൽ തീരങ്ങളും അരുവികൾ പൂവരികകൾ എല്ലാം നമുക്കു നൽകി കാത്തിടുന്നമ്മ. വസന്തകാലം വരവായി, വിശ്വസന്ധികൾ വരവായി, ശരത്കാലം വരവായി, ഹേമന്തം വരവായി. ഋതുചക്രത്തേരിൽ ജനനി കണി കാണാനെത്തി മക്കളെ, ആനന്ദം പരമാനന്ദം നാടെങ്ങുമേ.
കതിരുകൾ കൊയ്യാനായി കൊയ്ത്തരിവാളേന്തി മണ്ണിന്റെ മക്കൾ വരുന്നേ ദിന്താരത്തെയോ മണ്ണിന്റെ മക്കൾ വരുന്നേ ദിന്താരത്തെയോ ആവാട ഒഴുതെടുത്തേ വിത്തെറിഞ്ഞ ഞാറുനാടിൽ നടന്നേ ആട ഒഴുതെടുത്തേ വിത്തെറിഞ്ഞ ഞാറുനാടിൽ നടന്നേ ആ മുഞ്ചക്കതിർ വിളഞ്ഞേ കൊയ്ത്തുകാല പാട്ടും കതിൽ നിറഞ്ഞേ ആ മുഞ്ചക്കതിർ വിളഞ്ഞേ കൊയ്ത്തുകാല പാട്ടും കതിൽ നിറഞ്ഞേ തിന്തിമി തിന്തിമി തോന്നകതേ തിന്തിമി തിന്തിമി തോ തിന്തിമി തിന്തിമി തോന്നകതേ തിന്തിമി തിന്തിമി തോ ഇവിടെയും ആഘോഷം കലകൾ പലതും കരളിൽ വിരിഞ്ഞ ഉത്സവകാലമിതാ കഥകളി പദമാടുവാൻ കളിയരങ്ങിൽ തെളിച്ച കളിവിളക്കിൻ തിരികൾ തെളിഞ്ഞു നിന്നു കാലവും കറുത്ത പണവും കാപട്യവും കാർന്നു തിന്നുവാൻ വന്നു ഈ വിശ്വപ്രകൃതിയെ അമ്മയെ ചോരയും നീരും മൂറ്റി വികൃതമുഖമാക്കി വിൽക്കുന്നു കാട്ടാളന്മാർ കലികാലമേ കഷ്ടം പാടം നികത്തിയും വൃക്ഷങ്ങൾ വെട്ടിയും മാലിന്യമേറ്റിയിട്ടും ചുടുചോര ചിന്തിയും പാതകം കാട്ടിയും പാപങ്ങൾ ചെയ്തു നീളേ തീരാശാപങ്ങളായി നീളേ സഹികെട്ടു മാതാവ് വെറിവുണ്ട മാതാവ് കലിതുള്ളിയാഞ്ഞുറഞ്ഞു പ്രതികാരദാഹിയായി രക്ഷിയായി ഭദ്രയായി താണ്ഡവമാടി വന്നു സുനാമിയായി ഉരുൾപൊട്ടലായി ഭൂമി കുലുക്കങ്ങളായി മാറാരോഗങ്ങൾ തീരാശാപങ്ങൾ തീരാത്ത ദുഃഖങ്ങളായി മർത്യർ തീരാത്ത ദുഃഖിതരാ
കാശിയും വാശിയും വേണ്ടെന്ന് വെച്ച് കാഷായ മുറി വെച്ച് ഞാനും അറിഞ്ഞേ നീയും അറിഞ്ഞേ കണ്ടോറും കേട്ടോറും പാടി നടന്നേ കണ്ണുമടച്ചേ പാലു കുടിക്കണ്ണ കള്ളക്കുറുമ്പനല്ലേ ഇന്നെ കള്ളക്കുറുമ്പന കല്യാണം വേണം ചിങ്കാരി നിലക്കുറുപ്പിക്ക് കല്യാണം ഇന്നെ കള്ളക്കുറുമ്പന കല്യാണം വേണം ചിങ്കാരി നിലക്കുറുപ്പിക്ക് കല്യാണം കാട്ടിലെ മാനും ഞാനും കാടുമറിഞ്ഞില്ല തൊട്ടിലെ മീനും നീയും തൊടുമറിഞ്ഞില്ല അകലപ്പെട്ട് കൊമ്പട്ട് കൊട്ടുകുരവയമുണ്ട് ഇനി കല്യാണം കൂടാൻ വാ പൂങ്കാറ്റേ പൂന്നേ കാറ്റേ ചുണ്ടരി കണ്ണേ പൊന്നെ കണ്ണഴകുള്ളവളെ കള്ളക്കാർ വർണ്ണൻ തന്നൻ ചാരത്ത് വന്നോട്ടി കഥ ചൊല്ലി പറഞ്ഞു തിരിച്ചറിയാത്തവൻ നിന്നെ ഇനി കല്യാണം കൂടാൻ വാ പൂങ്കാറ്റേ പൂന്തേ കാറ്റേ കണ്ടില്ലേ കണ്ടില്ലേ കള്ളക്കൂർക്കൻ കാശിക്ക് പോണ കരിങ്കൂർക്കൻ കാശിയും വാശിയും വേണ്ടെന്ന് വെച്ചേ കാഷായ മുറി വെച്ച് അനുമറിഞ്ഞേ നീയും അറിഞ്ഞേ കണ്ടോറും കേട്ടോറും പാടി നടന്നേ കണ്ണുമടച്ചേ പാല് കുടിക്കണ കള്ളക്കുറുമ്പനല്ലേ ഇന്നെ കള്ളക്കുറുമ്പന കല്യാണം വേണം ചിങ്കാരി നിലക്കുറുപ്പിക്ക് കല്യാണം കണ്ടില്ലേ കണ്ടില്ലേ കള്ളക്കൂർക്കൻ കാശിക്ക് പോണ കരിങ്കൂർക്കൻ കാശിയും വാശിയും വേണ്ടെന്ന് വെച്ച് കാഷായ മുറി വെച്ച്
വെണ്ണീറ വല്ലം നിറ വട്ടി കൊണ്ട കുട്ട കൊണ്ട അല്ലിമല പെണ്ണാളെ നിറയ്ക്ക് പേര് ചെയ്ത് വേർപ്പ് കൊണ്ട് പാടം നനയ്ക്ക് അങ്ങനെ വളര് 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 കുത്തഞ്ഞാറേ കുളിർ കുളിർ പോരണ പാടം പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൽ പാടത്ത് വായോ കതിര് 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 കൊണ്ട് വായോ കെട്ടി കൊയ്ത് കൂട്ടി വായോ ഓണം വന്നേ ഓണം വന്നേ ഓടി വായോ കൂട്ടുകാരേ ഓണം വന്നേ ഓണം വന്നേ ഓടി വായോ കൂട്ടുകാരേ കാലത്തെ പൂക്കളത്തിൽ മാവേലി എത്തും പാടിയാടി തുമ്പിതുള്ളാൻ കൂട്ടുകാരെത്തും അങ്ങനെ വിടര് 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 ചിങ്ങപ്പൂവേ തുടര് തുടര് തിന്നി നാട്ടും പെണ്ണേ പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കുട്ടി വായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കുട്ടി വായോ പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കുട്ടി വായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കുട്ടി വായോ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സിംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്നാൽ തുമ്പിക്കുന്നില്ല ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം നടന്നു വച്ച സ്വർഗം പോലും കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരി ശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ട് മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോ രംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വച്ചോരാട്ട പൊലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും തന്റെ ആപത്ത് അട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡ സർവത്ത് നുടിയിൽ മതയായ നെരുപ്പിടും കരുത്ത് ഇവനെ പടച്ചു Illuminati,
കളം നിറക്കടി കട്ടയെടുക്കടി മെതിച്ചെടുക്കടി പതിരകറ്റടി പൊലിയടക്കടി പത്തായം കതിർമണി നിറക്കടി ഒന്നാകൻ വിളവെടുക്കും പാടം എൻ കണ്ണീരിൻ കഥ നിറഞ്ഞൊരീണം താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിം താരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തുടികൊട്ടിടും പാട്ടുണ്ടേ മാടത്തിൻ മുറ്റത്ത് അടിയാടും മേലാടും സ്നേഹത്താൽ കൈകോർത്ത് പൊന്നു തമ്പിരാൻ ദൈവമായതാ കല്ലിലന്നവർ തീർത്തു അന്നാരം പാടിയുണർത്താൻ മണ്ണിന്റെ മക്കള് നമ്മൾ എല്ലാരും ചേരണ നാള് കൂത്തിരി നാള് പുഞ്ചക്കതിർ കൊടിയെ ചൊല്ല് പുള്ളിക്കുയിലാളെ ചൊല്ല് പുഞ്ചവയിൽ നൂറുമേനി വിളവെടുക്കാലോ 11 പദമളന്നാൽ കോളടിക്കൂലോ പച്ചോലക്കിളി പാട്ടുകൾ പാടാൻ കൂട്ടരു വന്നോടി പുത്തരിയൊന്നും മുമ്പേ എന്നുടെ കാലികെട്ടു നടക്കൂലോ കതിരോല പന്തല് കെട്ടി പനയോല പായ വിരിച്ച് കുരവയിടാൻ നീയും പോരടി വണ്ണാത്തിക്കിളിയേ ഓ ഓ ഓ വണ്ണാത്തിക്കിളിയേ മടവീണു പാടം തകർന്നുവെന്ന് തമ്പ്രാൻ കോപിച്ചു ചൊല്ലണ കേൾക്കണണ്ടേ തലപ്പുലയന ചതിയിലെങ്ങാൻ കൈപ്പിഴ വന്നോ അണിയാരെ കൊണ്ടുവരട്ടെ കവടി നിരത്താൻ പുലയക്കൂടികളിൽ ശുദ്ധി വരുത്തണം പാടത്തും മറ്റൊരു പൂജ വേണം കുഞ്ചവരമ്പിലെ ദൈവത്തിൻ കാൽക്കൽ കള്ളും വറപൊടി പന്തങ്ങൾ കോലക്കളമൊരുങ്ങി കരിതുള്ളി ഉറതുള്ളി കൊടുവാളു കയ്യേന്തി പാടം വിറയ്ക്കും അലർച്ച കേട്ടു നാടിന്റെ ആചാരമുടയോന്റെ കൽപ്പന പുലയന്റെ തലവെട്ടി മടയടച്ചു അച്ഛൻ മരിച്ചൊരാ വേദനയിൽ ആ മണ്ണിൽ വീണ് പിടഞ്ഞു കുട്ടൻ മടവീണ് പാടം നശിച്ചിടല്ലേ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ കുട്ടന്റെ നാടിത് കുട്ടനാട് പൊന്ന വിളയണ കുട്ടനാട് കരിമാടി കുട്ടന്റെ കുട്ടനാട് കുട്ടന്റെ നാടിത് കുട്ടനാട് എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട് എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട് കേരളത്തിലെ വിശുദ്ധ അൽഫോൻസാമ്മ. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായ അൽഫോൻസാമ്മ ജീവിത വിശുദ്ധി കൊണ്ട് അനുകരണീയമായ മാതൃകയാണ് കേരളത്തിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് വീട്ടിൽ 1910 ഓഗസ്റ്റ് 19 അന്നക്കുട്ടി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അൽഫോൻസ ഭൂജാതയായി. അൽഫോൻസായുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അവളെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയത്.
യേശുവിന് വേണ്ടി എന്തും സഹിക്കുക, കൂടുതൽ സഹനം ചോദിച്ചു വാങ്ങുക. സഹനത്തിന്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട അവൾ വിശുദ്ധ അൽഫോൻസയായി. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധ, ഈശോയുടെ ചെറുപുഷ്പം. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ പപ്പയുടെ മുഖത്ത് നോക്കിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാലാഖയുടേത് പോലെയാണ് എന്ന് പറഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു വിശുദ്ധയാകാതിരിക്കാൻ കഴിയുകയില്ലായിരുന്നു. കാരണം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളും വിശുദ്ധരായിരുന്നു. ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യ മരണശേഷം ആ സുവിശേഷത്തിന്റെ ജീവിക്കുന്ന മാതൃകയായി ലോകത്തിന്റെ അതിർത്തികളിലെത്തി. മിഷനറിമാരുടെ മധ്യസ്ഥയുമായി. ഞാൻ സ്വർഗത്തിൽ നിന്നും റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന് പറഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇന്നും വിശുദ്ധിയുടെ റോസാപുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ അന്തോണീസ്. പാതുവായിലെ വിശുദ്ധ അന്തോണീസ് മരിച്ച് മണ്ണോട് ചേർന്ന് 30 വർഷങ്ങൾക്കു ശേഷം കല്ലറ തുറന്നപ്പോൾ ആ നാവ് മാത്രം അഴുകാതെ കാണപ്പെട്ടു. പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ ആ നാവും അങ്ങനെ അനശ്വരമായി. സ്വർണ്ണ നാവുകാരനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. കേൾവിക്കരിയില്ലാത്ത ഒരു ദിവസം കടലിലെ മത്സ്യങ്ങൾ പോലും ആ വാക്കുകൾക്ക് ചെവി കൊടുത്തുവെന്ന് ചരിത്രം. നഷ്ടപ്പെട്ടവയൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനാവാതെ എന്റെ അന്തോണീസ് പുണ്യാളോ ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരിയുമ്പോൾ പരതിയ ഇടങ്ങളിൽ തന്നെ അവ കണ്ടെത്തുന്ന വിസ്മയമാണ് അന്തോണീസ് പുണ്യാളനെ പ്രിയങ്കരനാക്കിയത്. പഠിപ്പിച്ച മനോഹരമായ പാഠങ്ങളിലൊന്നും ഇതാണ്: നിന്റെ വാക്കുകൾ പ്രബോധിപ്പിക്കുകയും പ്രവർത്തികൾ സംസാരിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അസീസിയുടെ തെരുവോരങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹഗീതികൾ പാടി ഒരു ചെറുപ്പക്കാരൻ അലഞ്ഞിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഒരിക്കൽ തുറന്നു വായിച്ചു തുടങ്ങിയാൽ അടയ്ക്കാൻ തോന്നാത്ത ഒരു നല്ല പുസ്തകം പോലെയും ഒരുപാട് കേട്ടാലും മടുപ്പ് തോന്നാത്ത മനോഹര കാവ്യം പോലെയും എന്നും ചൂടിയാലും വാടിപ്പോകാത്ത പുഷ്പം പോലെയും ഇന്നും ലോകമെങ്ങും പ്രസരിക്കുന്ന വശ്യമായ വിശുദ്ധിയുടെ ഉറവിടം. എപ്പോഴും വചനം പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക എന്ന് പറഞ്ഞ ലോകം രണ്ടാം ക്രിസ്തു എന്ന് പേര് ചൊല്ലി വിളിച്ച പ്രഭുകുമാരനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. കണ്ടുമുട്ടുന്ന യാചകരിൽ നിന്നും ഇരന്നു വാങ്ങിയ തുണിക്കഷ്ണങ്ങൾ തുന്നിക്കൊണ്ടുണ്ടാക്കിയ അങ്കി ധരിച്ചുകൊണ്ടാണ് മരണത്തെ കുലുക്കിയത്.